Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ വന്ദനം. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് സിഹിയോൻ മിനിസ്ട്രീസ് ಅವರು ನಡೆಸುವಂತ ವಚನ ಶುಶ್ರೂಷೆಗೆ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ಯೇಸುಕ್ರಿಸ್ತರ ಪೂಜ್ಯ ನಾಮದಲ್ಲಿ സേവ്യർ ഖാൻ വട്ടായിലച്ചന്റെ കൂട്ടായ്മയിൽ ಸೇವ್ಯರ್ ಖಾನ್ ವಟ್ಟಾಯಲಚ್ಚನವರ ಒಕ್ಕೂಟದೊಂದಿಗೆ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ನಿಮ್ಮೆಲ್ಲರನ್ನು ನಾವು ಸ್ವಾಗತಿಸುತ್ತೇನೆ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ಈ ವಚನ ಶುಶ್ರೂಷದ ಸಮಯದಲ್ಲಿ പരിശുദ്ധാത്മാവിന്റെ ಪರಿಶುದ್ಧಾತ್ಮರ വലിയൊരു അഭിഷേകം ഉണ്ടാകാൻ ದೊಡ್ಡ ಒಂದು ಅಭಿಷೇಕ ಉಂಟಾಗಲು ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ಈ ಸಮಯದಲ್ಲಿ ನಾವು ಒಂದಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. ഇപ്പോൾ ഇരിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. ಈಗ ಕೂತಿರೋರೆಲ್ಲ ಎದ್ದು ನಿಲ್ಲೋಣ. കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി പിടിച്ച് ಕೈಗಳನ್ನು ಕರ್ತರ ಕಡೆಗೆ ಎತ್ತಿಟ್ಟು അതിനെ തുറന്ന് ഉറക്ക സ്തുതിക്കാം. ಬಾಯನ್ನು ತೆರೆದು ಸ್ತುತಿ ಮಾಡೋಣ. ഹല്ലേലൂയ 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 ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദാസന്മാർക്കും പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ പരിശുദ്ധാത്മാഭിഷേകം ഇപ്പോൾ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ, അന്ധകാര പീഡകൾ, ശല്യങ്ങൾ, ബാധകൾ, ഉപദ്രവങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ഉറക്കം, ക്ഷീണം, മടുപ്പ്, അലസത, വായ്പ, എല്ലാ തരത്തിലുള്ള ദുർദർശനം യേശുനാമത്തിൽ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, രോഗബാധകൾ പോഷണങ്ങൾ സൗഖ്യം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ ഗുരുതര ആത്മാവിന്റെ ചങ്ങലകൾ അഴിയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ಪರಿಶುದ್ಧ ದೈವಮಾತೆಯೊಂದಿಗೆ ಸೇರಿ ನಮ್ಮ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸಿ ಪ್ರಾರ್ಥಿಸೋಣ. ನಮೋ ಮರಿಯ ವರಪ್ರಸಾದ ಪೂರ್ಣಿ, ಕರ್ತರು ನಿಮ್ಮೊಡನಿದ್ದಾರೆ, ಸ್ತ್ರೀಯರಲ್ಲಿ ನೀವು ಧನ್ಯರು ಮತ್ತು ನಿಮ್ಮ ಉದರದ ಫಲವಾದ ಯೇಸು ಧನ್ಯರು. ಸಂತ ಮರಿಯ ದೇವ ಮಾತೆ, ಪಾಪಿಗಳಾಗಿರುವ ನಮಗಾಗಿ ಈಗಲೂ ನಮ್ಮ ಮರಣದ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೆನ್. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ನಾವೆಲ್ಲರೂ ಶಾಂತವಾಗಿ ಕೂರೋಣ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ಈಗ ನಾವು ಚಿಂತಿಸುವಂತ ವಿಷಯ, ദൈവത്തെ ആരാധിച്ച് അഭിവൃദ്ധി പ്രാപിക്കുക. ದೇವರನ್ನು ಆರಾಧಿಸಿ ಅಭಿವೃದ್ಧಿ ಹೊಂದುವುದಾಗಿದೆ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, ഒരു ദൈവ പൈതൽ അനുഗ്രഹം പ്രാപിക്കാൻ ಒಬ್ಬ ದೇವರ ಮನುಷ್ಯಗೆ ಅನುಗ್ರಹ ಬೇಕಾದರೆ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ಬೈಬಲಲ್ಲಿ ತಿಳಿಸಿರುವಂತ ಅತಿ ಮುಖ್ಯವಾದ ಒಂದು ಮಾರ್ಗವಾಗಿದೆ. ദൈവത്തെ ആരാധിക്കുക, ದೇವರನ್ನು ಆರಾಧಿಸು, അഭിവൃദ്ധി പ്രാപിക്കുക. ಅಭಿವೃದ್ಧಿ ಹೊಂದಿಕೋ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ಅದನ್ನು ಬೈಬಲಲ್ಲಿ ತಿಳಿಸಿರುವಂತ പുറപ്പാടിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലാണ്. ವಿಮೋಚನ ಕಾಂಡ 23ನೇ ಅಧ್ಯಾಯ 25ನೇ ವಚನದಲ್ಲಾಗಿದೆ. വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. ವಾಕ್ಯ ಈ ರೀತಿ ಕಲಿಸುತ್ತದೆ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ನೀವು ನಿಮ್ಮ ದೇವರಾದ ಕರ್ತರನ್ನು ಆರಾಧಿಸಬೇಕು, അപ്പോൾ ഞാൻ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. ಆಗ ನಾನು ನಿಮ್ಮ ಅನ್ನ ಪಾನಗಳನ್ನು ಆಶೀರ್ವಾದ ಮಾಡುವೆನು. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ನಿಮ್ಮಲ್ಲಿರುವಂತ ರೋಗಗಳನ್ನು ನಿರ್ವೀರ್ಯ ಮಾಡುತ್ತೇನೆ. ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. ಗರ್ಭಚಿತ್ರವಾಗಲಿ ಭಂಜನತನವಾಗಲಿ ನಿಮಗಿರುವುದಿಲ್ಲ. നിനക്ക് ദീർഘായുസ് ലഭിക്കും. ನಿನಗೆ ದೀರ್ಘಾಯುಷ್ಯ ಲಭಿಸುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, ഒരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ಒಬ್ಬ ವ್ಯಕ್ತಿ ದೇವರನ್ನು ಆರಾಧಿಸುತ್ತಿರುವಾಗ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണ്. ದೇವರು ಮಾಡುವಂತ ಕ್ರಿಯೆಯನ್ನು ಕುರಿತು ಹೇಳಲ್ಪಟ್ಟಿದೆ.
രോഗത്തെ നിർവീര്യമാക്കും, ರೋಗವನ್ನು ನಿರ್ವೀರ್ಯ ಮಾಡುವುದು, ആയുസ് ദീർഘിപ്പിച്ചു തരും, ಆಯುಷನ್ನು ಹಾಕಿಕೊಡುವುದು, മക്കളെ നൽകി അനുഗ്രഹിക്കും, ಮಕ್ಕಳನ್ನು ಅನುಗ್ರಹಿಸುವುದು, കൃഷിയിടങ്ങളും ബിസിനസ് മേഖലയുടെ അനുഗ്രഹം പ്രാപിക്കും. ನಿಮ್ಮ ಕೃಷಿ ಮತ್ತು ವ್ಯಾಪಾರ ರಂಗಗಳನ್ನು ಅನುಗ್ರಹಿಸುವುದು. ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, ಒಂದು ಮಾತ್ರ ಮಾಡಬೇಕಾಗಿದೆ, ദൈവത്തെ ആരാധിക്കുക, ದೇವರನ್ನು ಆರಾಧಿಸಿ, ദൈവത്തെ ആരാധിക്കുക. ದೇವರನ್ನು ಆರಾಧಿಸಿ. Praise the Lord. Praise the Lord. ഞാൻ ഓർക്കാണ് സഹോദരങ്ങളെ, ನನಗೆ ನೆನಪಿದೆ ಸಹೋದರರೇ, ഈ അട്ടപ്പാടി സിംഹം ധ്യാന കേന്ദ്രത്തിൽ വന്ന് ಈ ಅಟ್ಟಪಾಡಿ ಸಿಯೋನ್ ಧ್ಯಾನ ಕೇಂದ್ರಕ್ಕೆ ಬಂದ ഒരു മനുഷ്യൻ ധ്യാനം കൂടാൻ വേണ്ടി വന്ന്, ಒಂದು ಮನುಷ್ಯ ಧ್ಯಾನಕ್ಕಾಗಿ ಬಂದ. അദ്ദേഹം ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു പോയതിനു ശേഷം ಆತ ಧ್ಯಾನ ಮುಗಿಸಿ ತಿರುಗಿ ಹೋದಾಗ അദ്ദേഹം ഒരു അനുഭവം എഴുതി അറിയിച്ചു. ಆತನು ತನ್ನ ಅನುಭವವನ್ನ ಬರೆದು ಕಳಿಸಿದ. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ಅದನ್ನು ಓದಿ ಹೇಳುತ್ತೇನೆ. എന്റെ പേര് സെബാസ്റ്റ്യൻ. ನನ್ನ ಹೆಸರು ಸೆಬಾಸ್ಟಿನ್. ഞാൻ 6 വർഷമായി സൗദിയിൽ ജോലി ചെയ്ത് വരികയാണ്. ನಾನು 6 ವರ್ಷದಿಂದ ಸೌದಿಯಲ್ಲಿ ಕೆಲಸ ಮಾಡುತ್ತಿದ್ದೇನೆ. 2011 അവധിക്ക് വന്നപ്പോൾ മുതൽ ನಾನು 2011 ಇಸ್ವಿ ರಜದಲ್ಲಿ ಬಂದಾಗ എനിക്കൊരു ധ്യാനം കുറഞ്ഞൊരു ആഗ്രഹം തോന്നി തുടങ്ങി. ನನಗೆ ಧ್ಯಾನ ಮಾಡುವ ಒಂದು ಮನಸ್ಸು ಬಂತು. പണ്ട് ഞാൻ ഇടവക ധ്യാനം പോലും കൂടിയിട്ടില്ല. ಇದರ ಮುಂದೆ ನಾನು ಯಾವ ಧ್ಯಾನವನ್ನು ನಮ್ಮ ಧರ್ಮ ಕೇಂದ್ರ ಧ್ಯಾನಕ್ಕೂ ನಾನು ಹೋಗಿರಲಿಲ್ಲ. അഷ്ടേ പള്ളിയിൽ പോകും, അത്ര മാത്രം. ನಾನು ಬರೀ ಚರ್ಚ್ಗೆ ಮಾತ್ರ ಹೋಗುತ್ತಿದ್ದೆ, ಅಷ್ಟು ಮಾತ್ರ. അങ്ങനെ ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നു ചേർന്നു. ಈ ರೀತಿ ನಾನು ಧ್ಯಾನವನ್ನು ಸೇರಲು ಬಂದೆ. ഇവിടെ വരുമ്പോൾ എന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ಇಲ್ಲಿ ಬರಬೇಕಾದ್ರೆ ಒಂದು ಪ್ರಧಾನವಾದ ವಿಚಾರ ಇದಾಗಿತ್ತು. എന്റെ ഭാര്യയെ കുറിച്ചൊരു ദുഃഖമായിരുന്നു. ನನ್ನ ಹೆಂಡತಿ ಬಗ್ಗೆ ನನಗೆ ಬಹಳವಾದ ದುಃಖವಿತ್ತು. ഭാര്യയുടെ പേര് ജെസി എന്നാണ്. ನನ್ನ ಹೆಂಡತಿ ಹೆಸರು ಜೆಸ್ಸಿ. അവളുടെ കാലിൽ വേരിക്കോസ് വെയിൻ വന്നിട്ട് ಅವಳ ಕಾಲಿನಲ್ಲಿ ವೆರಿಕೋಸ್ ವೇರ್ ಬೆಳೆದು മുട്ടുകാലിൽ ഞരമ്പുകൾ കൊണ്ട് വലിയൊരു മുഴയുണ്ടായിരുന്നു. ಅವಳ ಕಾಲು ದಪ್ಪ ಆಗಿ ಒಂದು ಮಳೆ ಕೂಡ ಆಗಿತ್ತು. പള്ളിയിൽ പോയാൽ മുട്ടുകുത്തി നിൽക്കാൻ പറ്റില്ല. ಆಕೆಯು ದೇವಾಲಯಕ್ಕೆ ಹೋದ್ರೆ ಮೊಣಕಾಲ ಹಾಕಲು ಆಗುತ್ತಿರಲಿಲ್ಲ. ഭയങ്കര വേദനയായിരുന്നു. ಬಹಳವಾದ ವೇದನೆ ಇತ್ತು. അത് ಮಾತ್ರವಲ್ಲ അവളുടെ തൊണ്ടയിൽ തൈറോയിഡിന്റെ ഒരു ಅವಳ മുഴയുണ്ടായിരുന്നു. ಗಂಟಲಲ್ಲಿ ಥೈರಾಯ್ಡ್ ಆಗಿತ್ತು. ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ಡಾಕ್ಟರ್ಗೆ ತೋರಿಸುವಾಗ ഓപ്പറേഷൻ കൂടാതെ മാറില്ലെന്ന് തീർത്തു പറഞ്ഞു. ಆಪರೇಷನ್ ಮಾಡೋದು ಹೊರತು ಇದು ವಾಸಿಯಾಗುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದ. സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, ബ്ലഡ് ചെക്ക് ചെയ്തു. ಸ್ಕ್ಯಾನ್ ಮಾಡಿ ಎಕ್ಸ್ರೇ ತೆಗೆದು ಬ್ಲಡ್ ಚೆಕಿಂಗ್ ಮಾಡಿ ಆಯ್ತು. ഡോക്ടേഴ്സ് ഉറപ്പിച്ച് പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ಡಾಕ್ಟರ್ ನೆನಪು ಮಾಡಿ ಹೇಳಿದ್ರು, ನೀನು ಆಪರೇಷನ್ ಮಾಡಿದ್ರೆ ಬೇರೆ ಮಾರ್ಗ ಇಲ್ಲ ಎಂಬುದಾಗಿ. അങ്ങനെ ഇരിക്കെ ಇಂಥ ಒಂದು ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നു, ഭാര്യ വന്നിട്ടില്ല. ನಾನು ಇಲ್ಲಿ ಧ್ಯಾನ ಮಾಡಲು ಬಂದೆ, ಆದ್ರೆ ನನ್ನ ಹೆಂಡತಿ ಬಂದಿರಲಿಲ್ಲ. അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ಅಂತ ಸಮಯದಲ್ಲಿ ಧ್ಯಾನ ಮಾಡುವಂತ ಸಮಯ, ദൈവാരാധനയുടെ സമയത്ത് ದೇವರನ್ನು ಆರಾಧಿಸುವ ಸಮಯ, അച്ഛൻ പറഞ്ഞു, ಗುರುಗಳು ಹೇಳಿದರು, ഉറക്ക ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ, ಶಬ್ದದಲ್ಲಿ ದೇವರನ್ನು ಸ್ತುತಿಸಿ ಆರಾಧನೆ ಮಾಡೋಣ, വീട്ടിലിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ಮನೆಯಲ್ಲಿರುವ ರೋಗಿಗಳಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ഞാൻ എന്റെ ഭാര്യ ജെസിക്ക് വേണ്ടി കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. ನಾನು ನನ್ನ ಹೆಂಡತಿ ಜೆಸ್ಸಿಗಾಗಿ ಕಣ್ಣೀರಿಂದ ಪ್ರಾರ್ಥಿಸಿದೆ. ഉറക്ക ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചു. ಶಕ್ತಿಯಿಂದ ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡಿ ಸ್ತುತಿಸಿದೆ. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. ಅದೇ ರೀತಿ ಧ್ಯಾನ ಮುಗಿಸಿ ನನ್ನ ಮನೆಗೆ ಧಾವಿಸಿದೆ. വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഭാര്യ വന്ന് വാതിൽ തുറന്നു. ನಾನು ಮನೆಗೆ ಹೋಗಿ ನನ್ನ ಮನೆ ಕಾಲಿಂಗ್ ಬೆಲೆ ನಡೆದಾಗ ನನ್ನ ಹೆಂಡತಿ ಬಂದಳು. വാതിൽ തുറന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, ಬಾಗಿಲನ್ನು ತೆರೆದು ಅವಳು ನನ್ನೊಂದಿಗೆ ಹೇಳಿದಳು, ചേട്ടാ എന്റെ കഴുത്തിലോട്ട് നോക്ക്. ಅಣ್ಣ ನನ್ನ ಕತ್ತನ್ನು ನೋಡು. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ മുഴ അപ്രത്യക്ഷമായിരുന്നു. ಡಾಕ್ಟರ್ ಆಪರೇಷನ್ ಮಾಡಬೇಕೆಂದು ಹೇಳಿದಂತ ಈ ಗಡ್ಡೆ ಈಗ ಕಾಣುತ್ತಿಲ್ಲ. അത് മാത്രമല്ല, കാലിലുണ്ടായിരുന്ന മുഴ അപ്രത്യക്ഷമായി. ಅದು ಮಾತ್ರ ಅಲ್ಲ, ಕಾಲಲ್ಲಿರುವ ಗಡ್ಡೆ ಕೂಡ ಅದು ಮಾಯವಾಗಿ ಹೋಗಿದೆ. പിന്നെ ഡോക്ടേഴ്സിനെ കാണാൻ ചെന്നു. ಮತ್ತೆ ಡಾಕ್ಟರ್ನ ನೋಡಲು ಹೋದೆವು. പിന്നെ ഇന്നേവരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ಇದುವರೆಗೂ ಅಂತ ಯಾವುದು ಸಂಭವ ಆಗಲಿಲ್ಲ. ഹല്ലേലൂയ, ಹಲ್ಲೇಲೂಯಾ, പ്രൈസ് ദി ലോർഡ്, ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ಸಂತೋಷದಿಂದ ಹೇಳೋಣ ಹಲ್ಲೇಲೂಯಾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ಪ್ರಿಯ ಸಹೋದರರೇ, ಒಂದು ದೇವರ ಮಗು ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡುವಾಗ അദ്ദേഹത്തിന് വീട്ടിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. ಆತನ ಮನೆಯಲ್ಲಿ ವ್ಯತ್ಯಾಸಗಳು ಸಂಭವಿಸುತ್ತದೆ. രോഗത്തെ നിർമ്മാണം ചെയ്യുകയാണ്. ರೋಗವನ್ನು ನಿರ್ವೀರ್ಯ ಮಾಡಿದರು. ഹല്ലേലൂയ, ಹಲ್ಲೇಲೂಯಾ. എത്രയോ കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? ಎಷ್ಟೋ ಕುಟುಂಬಗಳನ್ನು ನಾನು ನೋಡಿದ್ದೇನೆ ಗೊತ್ತೋ. ദൈവാരാധന നടക്കുന്ന സമയത്ത് ದೇವರ ಆರಾಧನೆ ನಡೆಯುವಂತ ಸಮಯದಲ್ಲಿ ഒരുപാട് മേഖലയിൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുകയാണ്. ಅನೇಕ ರಂಗಗಳಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಆಶೀರ್ವಾದ ಹೊಂದುತ್ತಿದ್ದಾರೆ. മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് മക്കളെ നൽകുന്നു.
ಮಕ್ಕಳಿಲ್ಲದ ಕುಟುಂಬಗಳಿಗೆ ಮಕ್ಕಳುಂಟಾಗುತ್ತಿದ್ದಾರೆ. ಹಲ್ಲೆಲೂಯ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ പൈതലേ, ಆದ ಕಾರಣ ಪ್ರೀತಿಯ ದೇವರ ಮಕ್ಕಳೇ, നീ അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ನಿನಗೆ ಅನುಗ್ರಹ ಬೇಕಾದರೆ വേറൊന്നും ചെയ്യേണ്ടതില്ല. ಬೇರೇನು ಮಾಡಬೇಡ. ദൈവത്തെ ആരാധിക്കുക, ದೇವರನ್ನು ಆರಾಧಿಸು, അഭിവൃദ്ധി പ്രാപിക്കുക, ಅಭಿವೃದ್ಧಿ ಹೊಂದಿಕೋ, അഭിഷേകം പ്രാപിക്കുക. ಅಭಿಷೇಕ ಹೊಂದಿಕೋ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಅದಕ್ಕಾಗಿ ಪ್ರಿಯ ಸಹೋದರರೇ, പുറപ്പാട് 4:23 ವಿಮೋಚನ ಕಾಂಡ 4ನೇ ಅಧ್ಯಾಯ 23ನೇ ವಾಕ್ಯದಲ್ಲಿ ദൈവം മോശയ വഴി ದೇವರು ಮೋಶೆಯ ಮುಖಾಂತರ ഫറവോയോട് അരുളി ചെയ്തു, ಫರೋನಿಗೆ ಹೇಳಿದರು, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, ನಾನು ನಿನ್ನನ್ನು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ, എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ പുത്രനെ വിട്ടയക്കുക. ನನ್ನನ್ನು ಆರಾಧಿಸಲು ನನ್ನ ಮಕ್ಕಳನ್ನು ಬಿಡು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, അതായത് ഇസ്രായേൽ ജനത അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ಅದಾಗಿದೆ, ಇಸ್ರೇಲ್ ಜನರಿಗೆ ಅನುಗ್ರಹ ಬರಬೇಕಾದರೆ മോശ വഴി ഫറവോയോട് കൽപ്പിക്കുകയാണ്. ಮೋಶೆ ಮೂಲಕ ದೇವರು ಫರೋನಿಗೆ ಹೇಳಿದ ಕಾರ್ಯವಾಗಿದೆ. എന്റെ മകൻ, അതായത് ഇസ്രായേൽ ജനത വിട്ടയക്കുക. ನನ್ನ ಮಗ ಇಸ್ರಾಯೇಲ್ ಅನ್ನು ಬಿಟ್ಟುಕೊಡು. കാരണം വിട്ടുകൊടുത്താൽ അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ അഭിവൃദ്ധി പ്രാപിക്കും. ಬಿಟ್ಟುಕೊಟ್ಟಾಗ ಅವರು ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡ್ತಾರೆ, ಅಭಿವೃದ್ಧಿಯನ್ನು ಹೊಂದುತ್ತಾರೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവാരാധന. ಅದರಿಂದ ಸಹೋದರರೇ, ದೇವರ ಇಷ್ಟಪಡುವಂತ ಕಾರ್ಯವಾಗಿದೆ ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡುವುದು. പറക്ക പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഒരുപാട് ആൾക്കാർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ಆದರೂ ಅನೇಕ ಜನರು ಕೇಳುವಂತ ಒಂದು ಪ್ರಶ್ನೆ ಇದಾಗಿದೆ. അച്ഛാ, ഞങ്ങള് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ಗುರುಗಳೇ, ನಾವು ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ, ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട്, ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿದ್ದೇವೆ, ഞങ്ങള് കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ನನ್ನ ಕುಟುಂಬದಲ್ಲಿ ಕುಟುಂಬ ಪ್ರಾರ್ಥನೆ ಇದೆ, ഞങ്ങള് ദേവാലയത്തിൽ പോകുന്നുണ്ട്, ನಾವು ದೇವಾಲಯಕ್ಕೆ ಹೋಗುತ್ತಿದ್ದೇವೆ, ഞങ്ങള് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ട്, ನಾವು ವೈಯಕ್ತಿಕ ಪ್ರಾರ್ಥನೆ ഞങ്ങള് ಮಾಡುತ್ತಿದ್ದೇವೆ, വചനം വായിക്കുന്നുണ്ട്. ನಾವು ಬೈಬಲ್ ಅನ್ನು ಓದುತ್ತಿದ್ದೇವೆ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കാത്തത്? ಬೇಕಾಗಿ ನಮಗೆ ಅನುಗ್ರಹ ಬರುತ್ತಿಲ್ಲ, ഞങ്ങളുടെ കടബാധ്യത മാറുന്നില്ല, ನಮ್ಮ ಸಾಲದ ಹೊರೆ ಬದಲಾಗುತ್ತಿಲ್ಲ, രോഗം മാറുന്നില്ല, ರೋಗ ಬಿಟ್ಟು ಹೋಗುತ್ತಿಲ್ಲ, കുടുംബത്തിൽ മക്കൾ ഉണ്ടാകുന്നില്ല. ಕುಟುಂಬದಲ್ಲಿ ಮಕ್ಕಳಿಲ್ಲ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആരാധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കാത്തത്? ನಾವು ಹೀಗೆ ಆರಾಧಿಸಿ ಯಾಕಾಗಿ ಅನುಗ್ರಹ ಬರುತ್ತಿಲ್ಲ? അതിനെ കുറിച്ച് കർത്താവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ಅದನ್ನು ಕುರಿತು ಕರ್ತರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದಾಗ കർത്താവ് ഒരു വചനം വെളിപ്പെടുത്തി. ಕರ್ತರು ಒಂದು ವಚನವನ್ನ ಕೊಟ್ಟರು. അത് നമ്മൾ വായിക്കണത് ಅದು ನಾವು ಓದುವುದು യൂദത്തിന്റെ പുസ്തകം 5ാമത്തെ അധ്യായത്തിലാണ്. ಜೂಡಿತಲ ಪುಸ್ತಕ 5ನೇ ಅಧ್ಯಾಯದಲ್ಲಿ. അവിടെ കാണുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. ಅಲ್ಲಿ ಕಾಣುವಂತ ಒಂದು ಸಂಭವ ಈ ರೀತಿ ಇದೆ. ഇസ്രായേൽ ജനതയെ ആക്രമിക്കാൻ വേണ്ടി ಇಸ್ರಾಯೇಲ್ ಜನಾಂಗವನ್ನು ಆಕ್ರಮಿಸಲು ഹോളോഫർണസ് എന്ന് പറയുന്ന സൈന്യാധിപൻ, ಹೊರ್ಲೋ ಫರ್ಲಸ್ ಎಂಬ ಹೇಳುವಂತ ಸೇನಾಧಿಪತಿ യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. ಯುದ್ಧಕ್ಕೆ ಬೇಕಾದ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ನಡೆಸಿ ಬಂದ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ಹಾಗೆ ಬಂದಾಗ ಆತನಿಗೆ ಒಂದು ವಿಚಾರ ಮುಟ್ಟಿತು. അതായത് ಅದೇನೆಂದರೆ, ഇസ്രായേൽ ജനതയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ಸೋರಿಸಲು ಯಾರಿಗೂ ಸಾಧ್ಯವಿಲ್ಲ. ആ സമയത്ത് ഹോളോഫർണസ് ഒരാളെ വിളിച്ചു വരുത്തി. ಆ ಸಮಯದಲ್ಲಿ ಸೇನಾಧಿಪತಿಯಾದ ಹರ್ಲೋಫರಸ್ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಕರೆದ. അദ്ദേഹത്തിന്റെ പേരാണ് ആക്കിയോർ. ಅವನ ಹೆಸರಾಗಿದೆ ಆಖಿಯೋ. ആക്കിയോറിനോട് ഹോളോഫർണസ് ചോദിച്ചു, ಆಖಿಯೋ ಜೊತೆ ಹೊರ್ಲೋಫರಸ್ ಕೇಳಿದ, ഈ ഇസ്രായേൽ ജനതയുടെ ശക്തി എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? ಇಸ್ರೇಲ್ ಜನರ ಶಕ್ತಿ ಯಾವುದರಲ್ಲಿ ಅಡಗಿದೆ? എന്താണ് ഇവരുടെ പ്രത്യേകത? ಏನಾಗಿದೆ ಇವರ ಪ್ರತ್ಯೇಕತೆ? എന്തുകൊണ്ടാണ് ഇവരെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കാത്തത്? ಏಕಾಗಿ ಯಾರು ಇವರನ್ನು ಸೋಲಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. അപ്പോൾ ആക്കിയോർ ഒരു മറുപടി പറഞ്ഞു സഹോദരൻ. ಆಗ ಆತನು ಒಂದು ಉತ್ತರವನ್ನು ಕೊಟ್ಟ. അത് നമ്മൾ വായിക്കുന്നത് 5ാമത്തെ അധ്യായത്തിന്റെ 8ാമത്തെ വാക്യത്തിലാണ്. ಅದನ್ನು ನಾವು ಓದುತ್ತೇವೆ 5ನೇ ಅಧ್ಯಾಯ ಜೂಡಿತಲ ಪುಸ್ತಕ 8ನೇ ವಾಕ್ಯದಲ್ಲಿ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്. ಅಲ್ಲಿ ಬರೆದಿರುವುದು ಈ ರೀತಿ ಇದೆ, ഇവരാണ് ഇസ്രായേൽ ജനത. ಇವರಾಗಿದ್ದಾರೆ ಇಸ್ರೇಲ್ ಜನಾಂಗ. ഇവരുടെ പ്രത്യേകത, ಇವರ ವಿಶೇಷತೆ, ഇവർ പൂർവികരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് ಇವರು ಪೂರ್ವಿಕರ ಮಾರ್ಗಗಳನ್ನು ಬಿಟ್ಟು തങ്ങൾ അറിയാനിടയായ ತಾವು ತಿಳಿದುಕೊಂಡಿರುವಂತ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. ಸ್ವರ್ಗಸ್ಥನಾದ ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡಿದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഈ ഇസ്രായേൽ ജനതയുടെ ശക്തി എന്ന് പറയുന്നത് ಈ ಇಸ್ರಾಯೇಲ್ ಜನರ ಶಕ್ತಿ ಎಂದು ಹೇಳುವುದು അന്ന് വരെ പിന്തുടർന്നുകൊണ്ടിരുന്ന ಅಂದಿನವರೆಗೂ ಹಿಂದೆ ಇದ್ದ പൂർവികരുടെ അടക്കമുള്ള പാപ സ്വഭാവങ്ങൾ ಅವರಲ್ಲಿ ಇದ್ದಂತ ಪಾಪ ಸ್ವಭಾವ അവർ വെറുത്തുപേക്ഷിച്ച്
ಅವರು ಬಿಟ್ಟು ಹಾಕಿ എന്നിട്ട് ಎಂದು അവർ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ಅವರ ಹೃದಯವನ್ನು ತೆರೆದು ದೇವರನ್ನು ಆರಾಧಿಸಲು ಪ್ರಾರಂಭಿಸಿದರು. പാപം ഉപേക്ഷിക്കുന്നവരാണ് ദൈവത്തെ അറിയുന്നത്. ಪಾಪವನ್ನು ಬಿಟ್ಟು ಬಿಡುವರು ದೇವರನ್ನು അറിಯುವುದು. അവർ പാപം ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ ಅವರು ಪಾಪವನ್ನು ಬಿಟ್ಟು ದೇವರನ್ನು ಆರಾಧಿಸುವಾಗ എല്ലാ മേഖലകളിലും അവർ വിജയം വരിക്കാൻ തുടങ്ങി. ಅವರ ಜೀವನದ ಎಲ್ಲಾ ರಂಗಗಳು ಸಮೃದ್ಧಿಯಾಯಿತು. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, ഇന്ന് അനേക കുടുംബങ്ങള് ಇಂದು ಅನೇಕ ಕುಟುಂಬಗಳು ദേവാലയത്തിൽ ആരാധന നടത്തുന്നുണ്ട്. ದೇವಾಲಯದಲ್ಲಿ ಆರಾಧನೆ ನಡೆಸುತ್ತಾರೆ. ധ്യാന കേന്ദ്രങ്ങൾ പോകുന്നുണ്ട്. ಧ್ಯಾನ ಕೇಂದ್ರಗಳಿಗೆ ಹೋಗುತ್ತಾರೆ. കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ಕುಟುಂಬ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾರೆ. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ. എന്നാൽ ಆದರೂ പാപം ഉപേക്ഷിക്കുന്നില്ല. ಪಾಪವನ್ನು ಬಿಡುತ್ತಿಲ್ಲ. പാപം ഉപേക്ഷിക്കാതെ ಪಾಪವನ್ನು ಬಿಡದೆ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ದೇವರನ್ನು ಆರಾಧಿಸುವುದರಿಂದ നീയോ നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കില്ല. ನೀನು ನಿನ್ನ ಕುಟುಂಬಕ್ಕೆ ಅನುಗ್ರಹ ಬರುವುದಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಅದಕ್ಕಾಗಿ ಪ್ರಿಯ ಸಹೋದರರೇ, ഒരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചെയ്യേണ്ടത് ಒಬ್ಬ ದೇವರ ಮನುಷ್ಯ ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡುವಾಗ ಮಾಡಬೇಕಾಗಿರುವುದು പാപത്തെ ഉപേക്ഷിച്ചിട്ട് ആരാധിക്കാൻ തുടങ്ങുക. ಪಾಪವನ್ನು ಬಿಟ್ಟು ಆರಾಧಿಸುವುದು ಆಗಿದೆ. Praise the Lord. Praise the Lord. ഈ പാപത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ಈ ಪಾಪವನ್ನು ಬಿಟ್ಟು ಬಿಡು ಎಂದು ಹೇಳುವುದು ദൈവത്തെ അറിയുന്ന എന്നതാണ്. ದೇವರನ್ನು ಅರಿತುಕೋ ಎಂಬುದಾಗಿದೆ. അതിനെ കുറിച്ച് നമ്മൾ വായിക്കണത് ಅದನ್ನು ಕುರಿತು ನಾವು ಓದುವುದು യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ ಯೋಹಾನ್ ಶುಭ ಸಂದೇಶ 4ನೇ ಅಧ್ಯಾಯ 22-ാം വാക്യത്തിലാണ്. 22ನೇ ವಚನದಲ್ಲಿ അവന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ವಚನ ಹೀಗೆ ರೀತಿ ನಮಗೆ ತಿಳಿಸುತ್ತದೆ. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ನೀವು ಅರಿಯದಂತವರನ್ನು ಆರಾಧಿಸುತ್ತೀರಿ. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ನಾವು ಅರಿತವರನ್ನು ಆರಾಧಿಸುತ್ತಿದ್ದೇವೆ. Praise the Lord. Praise the Lord. ഇസ്രായേൽ ജനതയുടെ പ്രത്യേകത ಇಸ್ರೇಲ್ ಜನಾಂಗದ ವಿಶೇಷತೆ അവര് ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ചു. ದೇವರನ್ನು ಅರಿತು എന്ന് ಆರಾಧಿಸಿದರು. പറഞ്ഞാൽ പാപം ഉപേക്ഷിച്ച് ആരാധിച്ചു. ಪಾಪವನ್ನು ಬಿಟ್ಟು ಆರಾಧಿಸಿದರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഞാൻ നിങ്ങളോട് സംഭവം പറയാം സഹോദരങ്ങളെ. ನಿಮಗೊಂದು ವಿಚಾರವನ್ನು ನಾನು ಮುಂದಿಡುತ್ತೇನೆ ಸಹೋದರರೇ. കോയമ്പത്തൂർ ഭാഗത്ത് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനം നടക്കുമ്പോൾ ಕೊಯಮತ್ತೂರು ಪಟ್ಟಣದ ಯುವ ಜನರಿಗಾಗಿ ಒಂದು ಧ್ಯಾನ ನಡೆಸುವಾಗ കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി അവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ಕೇರಳದಿಂದ ಒಂದು ಹೆಣ್ಣು ಮಗಳು ಧ್ಯಾನ ಮಾಡಲು ಅಲ್ಲಿ ಬಂದಳು. അവള് ധ്യാനത്തിന് വരുമ്പോൾ അവളുടെ പ്രധാനപ്പെട്ട ഒരു വിഷമം, ಅವಳು ಧ್ಯಾನಕ್ಕೆ ಬರಬೇಕಾದ್ರೆ ಅವಳನ್ನು ಕಾಡಿಸುತ್ತಿರುವಂತ ಬಹಳ ಮುಖ್ಯವಾದಂತ ಒಂದು ವೇದನೆ, അവരുടെ അമ്മയുടെ ക്യാൻസറിന്റെ കാരണം ಅವಳ ತಾಯಿಯ ಕ್ಯಾನ್ಸರ್ ಕಾರಣವಾಗಿತ್ತು. എന്റെ പാപ ജീവിതമാണോ എന്നുള്ളതായിരുന്നു. ಅವಳಿಗೆ ತನ್ನ ಪಾಪ ಜೀವನವಾಯಿದರ ಹಿನ್ನೆಲೆ ಎಂಬ ಒಂದು ಪ್ರಶ್ನೆ ಆಗಿತ್ತು. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പ്രായമുള്ള ആ പെൺകുട്ടി ಡಿಗ್ರಿ ಓದುವಂತ ಪ್ರಾಯವಿರುವಂತ ಒಂದು ಹೆಣ್ಣು ಮಗಳು ഈ ലോകത്തിന്റെ ഒരുപാട് പാപക്കുഴികളിലൂടെ നടക്കുന്നവളായിരുന്നു. ಈ ಲೋಕದಲ್ಲಿರುವಂತ ಅನೇಕ ಪಾಪಗಳಲ್ಲಿ ಮುಳುಗಿ ಎದ್ದವಳಾಗಿದ್ದಳು. അങ്ങനെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് ക്യാൻസർ രോഗം പിടിപെട്ടത്. ಆ ಸಂದರ್ಭದಲ್ಲಿ ಆಗಿದೆ ಅಮ್ಮನಿಗೆ ಕ್ಯಾನ್ಸರ್ ರೋಗ ಬಂದು ആദ്യത്തെ കീമോ കഴിഞ്ഞു. ಪ್ರಥಮ ಕೀಮೋ ನಡೆಸಿದ ನಂತರ അമ്മയുടെ ആദ്യത്തെ കീമോ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ധ്യാനത്തിന് വന്നത്. ಅಮ್ಮನಿಗೆ ಪ್ರಥಮ ಬಾರಿ ಕೀಮೋಥೆರಪಿ ಮಾಡಿಸಿದ ನಂತರ ಇವಳು ಧ್ಯಾನಕ್ಕಾಗಿ ಬಂದಳು. ആ ധ്യാനത്തിൽ വെച്ചൊരു പൊട്ടിക്കരഞ്ഞ് അനുദപിച്ച് ಆ ಧ್ಯಾನದಲ್ಲಿ ಬಂದು ಕಣ್ಣೀರಿಟ್ಟು ಅನುತಾಪದಿಂದ ಕಣ್ಣೀರು ಸುರಿಸಿ ಹತ್ತಳು. പാപത്തിന്റെ എല്ലാ കൂട്ടുകെട്ടുകളും ഉപേക്ഷിച്ച് ಅವಳು ಎಲ್ಲಾ ಪಾಪದ ಎಲ್ಲಾ ಬಂಧನಗಳನ್ನು ಬಿಟ್ಟು ಬಿಟ್ಟಳು. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ಎಲ್ಲಾ ಸ್ನೇಹಿತರ ಸಂಗಡಿಗರನ್ನು ಬಿಟ್ಟು ಬಿಟ್ಟಳು. തുറന്ന കുമ്പസാരം നടത്തി ಅವಳು ಹೃದಯವನ್ನು ಬಿಚ್ಚಿ ಒಳ್ಳೆ ಪಾಪ ನಿವೇದನೆ ಮಾಡಿದಳು. വിശുദ്ധി കൊണ്ട് നിറഞ്ഞു ಅವಳು ಪವಿತ್ರತೆಯಿಂದ ತುಂಬಲ್ಪಟ್ಟಳು. എന്നിട്ട് ചങ്ക തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. ಅವಳು ಶಕ್ತಿಯುತವಾಗಿ ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡಲು ಪ್ರಾರಂಭಿಸಿದಳು. അങ്ങനെ ಅವಳು ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ಅದಾದ ನಂತರ ಧ್ಯಾನ ಮುಗಿಸಿ ಮನೆಗೆ ಹೋಗುವಾಗ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും അവളൊരു സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. ಅದಾದ ನಂತರ ಒಂದು ತಿಂಗಳು ಬಿಟ್ಟು ಮತ್ತೆ ಸಾಕ್ಷಿ ಹೇಳಲು ಅವಳು ಬಂದಳು. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, ആ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായത് ಈ ಧ್ಯಾನ ಮುಗಿಸಿ ಮನೆಗೆ ಹೋದಾಗ ಇವಳಿಗೆ ಅರಿವಾಗಿದ್ದು അമ്മയുടെ ക്യാൻസർ പരിപൂർണമായി ഈശോ സുഖപ്പെടുത്തി. ಅಮ್ಮನ ಕ್ಯಾನ್ಸರ್ ರೋಗ ಯೇಸು ಪರಿಪೂರ್ಣವಾಗಿ ಗುಣಪಡಿಸಿದರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. 6 കീമോ വേണമെന്ന് പറഞ്ഞെടുത്ത് 6 ಬಾರಿ ಕೀಮೋಥೆರಪಿ ಮಾಡಬೇಕು ಎಂದು ಹೇಳಿದ. രണ്ടാമത്തെ കീമോയ്ക്ക് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ക്യാൻസർ ഇല്ല. 2ನೇ ಸಾರಿ ಕೀಮೋ ಪ್ರಯೋಗಕ್ಕಾಗಿ ಹೋಗುವಾಗ ವೈದ್ಯರು ಹೇಳಿದರು ಕ್ಯಾನ್ಸರ್ ಇಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. 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 സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പെൺകുട്ടി പാപം നിറഞ്ഞ മാർഗങ്ങൾ ഉപേക്ഷിച്ച് ಆ ಹೆಣ್ಣು ಹುಡುಗಿ
ಪಾಪ ತುಂಬಿದ ಮಾರ್ಗಗಳನ್ನ ಬಿಟ್ಟು താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ ആരാധിച്ചപ്പോൾ ಅವಳು ಅರಿತಂದು ದೇವರನ್ನು ಆರಾಧಿಸುವಾಗ യേശു അവളുടെ കുടുംബത്തിൽ ഇടപെട്ട് ಯೇಸುವರ ಕುಟುಂಬವನ್ನು ಪ್ರವೇಶ ಮಾಡಿದರು. ഹല്ലേലൂയ. Praise the Lord. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ಈ ಕಾರಣ ಯೇಸು ಕ್ರಿಸ್ತರು ಈ ರೀತಿ ಹೇಳಿದರು, നീ ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കണം. ನೀನು ದೇವರನ್ನು ಅರಿತು ಆರಾಧನೆ. അതിന്റെ അർത്ഥം പാപം ഉപേക്ഷിച്ച് ആരാധിക്കണം. ಅದರ ಅರ್ಥ ಪಾಪ ಬಿಟ್ಟು ಆರಾಧಿಸಬೇಕು. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശയ്യ 43:10 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ಆದ ಕಾರಣ ಯೆಶಾಯ ಪ್ರವಾದಿ ಪುಸ್ತಕ 43ನೇ ಅಧ್ಯಾಯ 10ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, നീ എന്നെ അറിഞ്ഞ് വിശ്വസിക്കണം. ನೀನು ನನ್ನ ಅರಿತು ವಿಶ್ವಾಸಿಸಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಅದಕ್ಕಾಗಿ ಪ್ರೀತಿಯ ಸಹೋದರರೇ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ಈ ವಚನ ಕೇಳುವಂತ ದೇವರ ಮಕ್ಕಳೇ, നീ ഒരു പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്ക്. ನೀನು ಪಾಪವನ್ನು ಬಿಡಲು ತೀರ್ಮಾನ ತೆಗೆದುಕೋ. എന്നിട്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങ. ಈಗ ದೇವರನ್ನು ಆರಾಧಿಸಲು ಪ್ರಾರಂಭಿಸು. കർത്താവ് നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം പ്രവർത്തിക്കും. ಕರ್ತರು ನಿನ್ನ ಕುಟುಂಬವನ್ನು ಅನುಗ್ರಹಿಸುತ್ತಾರೆ. Praise the Lord. Praise the Lord. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ഉപേക്ഷിക്കുന്ന ക്ഷണം മുതൽ ಆದ್ದರಿಂದ ಪ್ರಿಯ ಸಹೋದರರೇ, ಪಾಪ ಬಿಡುವ ಕ್ಷಣ ಮೊದಲು ദൈവ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു തുടങ്ങും. ದೇವರು ಅದ್ಭುತಗಳನ್ನು ಅನುಗ್ರಹಗಳನ್ನು ಸುರಿಸುವರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. മർക്കോസിന്റെ സുവിശേഷം 12ാമത്തെ അധ്യായത്തിൽ ಮಾರ್ಕನ ಶುಭ ಸಂದೇಶ 12ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 24ാം തിരുലിഖിതത്തിൽ 24ನೇ ವಚನದಲ್ಲಿ യേശു ക്രിസ്തു ഇങ്ങനെ വെളിപ്പെടുത്തി. ಯೇಸು ಕ್ರಿಸ್ತರು ಈ ರೀತಿ ಹೇಳಿದರು. അവൻ അവരോട് പറഞ്ഞു, ಆತನು ಅವರೊಂದಿಗೆ ಹೇಳಿದರು, വിശുദ്ധ ലിഖിതങ്ങളോ ಪವಿತ್ರ ಗ್ರಂಥವಾಗಲಿ ദൈവത്തിന്റെ ശക്തിയോ ದೇವರ ಶಕ್ತಿಯೋ അറിയാത്തത് കൊണ്ടല്ലേ ಅರಿಯದ ಕಾರಣವಲ್ಲವೇ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ತಪ್ಪಾಗಿರುವುದು. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಪ್ರಿಯ ಸಹೋದರರೇ, വിശുദ്ധ ലിഖിതം അറിയുന്നില്ലെങ്കിൽ ಪವಿತ್ರ ಗ್ರಂಥವನ್ನು ಅರಿಯಲಿಲ್ಲ അവന് ಎಂದರೆ തെറ്റുപറ്റും. ಅವನಿಗೆ ತಪ್ಪು ಸಂಭವಿಸುತ್ತದೆ. അവന് ദൈവത്തെ ആരാധിച്ച അഭിവൃദ്ധി ഉണ്ടാവില്ല. ಅವನು ದೇವರನ್ನು ಆರಾಧಿಸಿದ ಅಭಿವೃದ್ಧಿ ಉಂಟಾಗುವುದಿಲ್ಲ. അതുകൊണ്ടാണ് സമരിയാക്കാരോട് പറഞ്ഞത്, ಅದಕ್ಕಾಗಿ ಸಮರಿಯ ಸ್ತ್ರೀಯಲ್ಲಿ ಹೇಳಿದರು, നീ അറിയാത്തതിനെയാണ് ആരാധിക്കുന്നത്. ನೀನು ಅರಿಯದ ವ್ಯಕ್ತಿಯನ್ನು ಆರಾಧಿಸುವೆ, കാരണം നിനക്ക് പാപമുണ്ട്. ನಿನ್ನಲ್ಲಿ ಪಾಪವಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്നാൽ സമരിയാക്കാരി യേശുവിനെ അറിഞ്ഞു. ಸಮರಿಯಕಾರಿ ಯೇಸುವನ್ನು ಅರಿತಳು, കാരണം അവള് പാപം ഉപേക്ഷിച്ച്. ಕಾರಣ ಅವಳು ಪಾಪವನ್ನು ಬಿಟ್ಟು ಬಿಟ್ಟಳು. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. അതുകൊണ്ട് ദൈവവചനത്തിലോട്ട് തിരിയും തോറും ಆದ ಕಾರಣ ದೇವರ ವಾಕ್ಯದಡೆ ನಾವು ತಿರುಗುವಾಗ അവൻ അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങും. ಅವನು ಅಭಿವೃದ್ಧಿ ಹೊಂದುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സമരിയാക്കാരി പാപം ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിച്ചു. ಸಮರಿಯ ಸ್ತ್ರೀ ಪಾಪವನ್ನು ಬಿಟ್ಟು ದೇವರನ್ನು ಆರಾಧಿಸಿದಳು. അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. ಅವಳು ಅಭಿವೃದ್ಧಿ ಹೊಂದಿಕೊಂಡಳು. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യൂഥത്തിന്റെ പുസ്തകത്തിൽ തന്നെ ಯುಡಿಥಲ ಪುಸ್ತಕದಲ್ಲಿ 5ാമത്തെ അധ്യായത്തിൽ 5ನೇ ಅಧ್ಯಾಯ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ಕರ್ತರು ತೋರಿಸುವಂತ ಒಂದು ಕಾರ್ಯವಿದೆ. തങ്ങളുടെ ദൈവത്തിനെതിരായി ತನ್ನ ದೇವರಿಗೆ ವಿರೋಧವಾಗಿ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം ಪಾಪ ಮಾಡದೆ ಇದ್ದಷ್ಟು ಕಾಲ അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. ಅವರಿಗೆ ಅಭಿವೃದ್ಧಿ ಉಂಟಾಗಿತ್ತು. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അഭിവൃദ്ധി ഉണ്ടായി. ಪಾಪ ಮಾಡದೆ ಇರುವಷ್ಟು ಕಾಲ ಅಭಿವೃದ್ಧಿ ಉಂಟಾಗುತ್ತೆ. ശത്രുക്കൾ ആക്രമിച്ച് പരാജയപ്പെടുത്തിയത് ಶತ್ರುಗಳು ಆಕ್ರಮಿಸಿ ನಮ್ಮನ್ನು ಸೋಲಿಸುವುದು പാപം ചെയ്തപ്പോൾ മാത്രമാണ്. ಪಾಪ ಮಾಡುವಾಗ ಮಾತ್ರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ പൈതലേ, ಆದ್ದರಿಂದ ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, അതുകൊണ്ട് നിനക്ക് ദൈവാരാധന ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ಆದ್ದರಿಂದ ನಿನಗೆ ದೇವರ ಆರಾಧಿಸುವುದರಿಂದ ಮಾತ್ರ നീ അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല. ನಿನಗೆ ಅನುಗ್ರಹ ಬರಬೇಕು ಅಂದಿಲ್ಲ. പാപം ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ ആരാധിക്കണം. ಪಾಪವನ್ನು ಬಿಟ್ಟು ನೀನು ದೇವರನ್ನು ಆರಾಧಿಸು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഈ അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ಈ ಅಟ್ಟಪಾಡಿ ಸಿಹೋನ್ ಧ್ಯಾನ ಕೇಂದ್ರದಲ್ಲಿ ധ്യാനം കൂടാൻ വന്ന ಧ್ಯಾನಕ್ಕಾಗಿ ಬಂದ ഒരു സഹോദരൻ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ಆ ಒಂದು ಸಹೋದರ ಹೇಳಿದಂತ ಮಾತು ನನ್ನ ನೆನಪಿಗೆ ಬರುತ್ತಿದೆ. അത് കഠിനമായ മദ്യപാനിയായിരുന്നു. ಆತನು ಕಠಿಣವಾದ ಮದ್ಯಪಾನಿ ಆಗಿದ್ದ. ഒരുപാട് കൂട്ടുകെട്ടുകള്. ಆತನಿಗೆ ಹಲವಾರು ಸ್ನೇಹಿತರು. വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷമായി.
മದುവയാಗಿ 17 ವರ್ಷ മക്കളില്ല. അങ്ങനെ വചനം കേട്ടപ്പോൾ ಕೇಳಿದಾಗ മദ്യപാനം പാപമാണെന്നുള്ള ബോധ്യം കിട്ടി. ಮದ್ಯಪಾನ ಪಾಪವೆಂಬ ಪರಿಜ್ಞಾನ ಸಿಕ್ಕಿತು. ദൈവവചനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞു. ದೇವರ ವಚನದ ಮೂಲಕ ದೇವರನ್ನ ಕಂಡುಕೊಂಡ. ആ പാപം ഉപേക്ഷിച്ച് ಆ ಪಾಪವನ್ನ ಬಿಟ್ಟು മദ്യപാനത്തിന്റെ കൂട്ടുകെട്ടുകൾ വിട്ട് ಮದ್ಯಪಾನದ ಸಂಘವನ್ನು ಬಿಟ್ಟು എല്ലാം ഉപേക്ഷിച്ച് ಎಲ್ಲವನ್ನ ಬಿಟ್ಟು ആ മാസം തന്നെ ಆ ತಿಂಗಳೇ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. ಆ ತಿಂಗಳೇ ಆತನ ಮಡದಿ ಗರ್ಭವತಿಯಾದರು. ആ കുട്ടിയെ മാറ്റി വന്ന സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യപ്പെടുത്തി. ಆ ಮಗಳನ್ನು ಹೆತ್ತ ಮಗಳನ್ನು ಸಿಹೋನ್ ಧ್ಯಾನ ಮಂದಿರಕ್ಕೆ ತಂದು ಸಾಕ್ಷಿಪಡಿಸಿದರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപം ഉപേക്ഷിക്കുന്ന തോറും അഭിവൃദ്ധിയാണ് സഹോദരങ്ങളെ. ಉಪೇಕ್ಷಿಸುವಾಗ ಅಭಿವೃದ್ಧಿ ಸಹೋದರರೇ. അതുകൊണ്ടാണ് ಅದಕ್ಕಾಗಿ ഇസ്രായേൽ ജനത്തെ ಇಸ್ರಾಯೇಲ್ ಜನಾಂಗ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചിട്ട് ആരാധിക്കാൻ പറയണത്. ಪಾಪದ ಆಡಳಿತದಿಂದ ಬಿಡುಗಡೆ ಮಾಡಿ ಆರಾಧನೆಗಾಗಿ ದೇವರು ಕರೆದಿದ್ದರು. ഫറവോയുടെ അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ಫರೋಹನ ಗುಲಾಮಗಿರಿಯಿಂದ ಹೊರಗೆ ಬರಬೇಕಾಗಿತ್ತು. എങ്കിലേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. ಆಗ ಮಾತ್ರ ದೇವರನ್ನು ಆರಾಧಿಸಲು ಸಾಧ್ಯ. അതുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്തിയത്. ಅದಕ್ಕಾಗಿ ದೇವರು ತಿಳಿಸಿಕೊಟ್ಟಿದ್ದು, എന്റെ ജനം എന്നെ ആരാധിക്കാൻ വേണ്ടി ನನ್ನ ಜನರು ನನ್ನನ್ನು ಆರಾಧಿಸಲು അവരെ അടിമത്തിൽ നിന്ന് വിട്ടയക്കുക. ಅವರು ದಾಸತ್ವವನ್ನು ಬಿಡಬೇಕು. Praise the Lord. Praise the Lord. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ಈಗ ಈ ವಚನ ಕೇಳಿಕೊಂಡಿರುವ പാപത്തിന്റെ ബന്ധനത്തിലോ ಪಾಪದ ಬಂಧನದಲ್ಲೋ സാത്താന്റെ പീഡയിലോ ಸೈತಾನನ ಪೀಡೆಗೋ അന്ധകാര ശക്തികളുടെ ഉപദ്രവങ്ങളിലോ ಅಂಧಕಾರ ಶಕ್ತಿಗಳ ಉಪದ್ರವಕ್ಕೋ തിന്മയുടെ ബന്ധനത്തിലോ ಕೆಟ್ಟತನದ ಬಂಧನದಲ್ಲೋ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ಇರುವವರು ಇದ್ದರೆ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അവരെ വിടുവിക്കാൻ പോവുകയാണ്. ಅವರನ್ನು ಬಿಡಿಸಲು ಹೋಗುತ್ತೇನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ചാലേ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. ಬಿಡುಗಡೆ ಕೊಟ್ಟರೆ ಮಾತ್ರ ಆರಾಧಿಸಲು ಸಾಧ್ಯ. ജഡിക പാപങ്ങൾ ഇരിക്കുന്നവർക്ക് ದೇಹದ ಜಟಿಕ ಪಾಪದಲ್ಲಿರುವವರಿಗೆ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ದೇವರನ್ನು ಆರಾಧಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. സാത്താന്റെ പിടിയിരിക്കുന്നവർക്ക് ಪಿಶಾಚಿ ಹಿಡಿದಿರುವವರಿಗೆ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ದೇವರನ್ನು ಆರಾಧಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമ്മൾ വായിക്കുന്നത് ಅದನ್ನು ನಾವು ಓದುವುದು കോരിന്തോസ് ലേഖനത്തിലാണ്. ಕೊರಿಂಥರ ಪತ್ರದಲ್ಲಾಗಿದೆ. 2 കോരിന്തോസ് 4:3-4. ಕೊರಿಂಥ ಪತ್ರದಲ್ಲಾಗಿದೆ. 2 ಕೊರಿಂಥರ 4ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ. ഈ ലോകത്തിന്റെ ദേവൻ ಈ ಲೋಕದ ದೇವರು അവിശ്വാസികളായ ಅವಿಶ್ವಾಸಿಗಳಾದ അവരുടെ മനസ്സിനെ ಅವರ ಮನಸ್ಸನ್ನು അന്ധമാക്കിയിരിക്കുന്നു. ಕುರುಡಾಗಿಸಿದೆ. തന്നിമിത്തം ಆ ಕಾರಣ ദൈവത്തിന്റെ പ്രതിരൂപമായ ದೇವರ ಪ್ರತಿರೂಪವಾದ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം ಯೇಸು ಕ್ರಿಸ್ತರ ಶುಭ ಸಂದೇಶದ ಬೆಳಕು അവർക്ക് ദൃശ്യമല്ല, ಅವರಿಗೆ ಕಾಣುತ್ತಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഇതേ കാര്യം തന്നെ ಇದೇ ಕಾರಣವಾಗಿದೆ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ಯೋಹಾನನ ಶುಭ ಸಂದೇಶದಲ್ಲಿ 8ാമത്തെ അധ്യായത്തിന്റെ 8ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 43-44 വാക്യങ്ങളിൽ 43-44 ವಚನಗಳಲ್ಲಿ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ಯೇಸು ಕ್ರಿಸ್ತರು ತಿಳಿಯಪಡಿಸಿದ್ದಾರೆ. യേശു വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಯೇಸು ವಚನವನ್ನು ಸಾರುತ್ತಿರುವಾಗ അനേകർ സ്വീകരിക്കുന്നില്ല, ಅನೇಕರು ಸ್ವೀಕರಿಸುತ್ತಿಲ್ಲ, ദൈവത്തെ ആരാധിക്കുന്നില്ല. ದೇವರನ್ನು ಆರಾಧಿಸುತ್ತಿಲ್ಲ. ഉടനെ യേശു പറഞ്ഞു, ಆಗ ಯೇಸು ಹೇಳಿದರು, ഞാൻ പറയുന്നത് ನಾನು ಹೇಳುವುದು എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? ಏಕಾಗಿ ನೀವು ಗ್ರಹಿಸುತ್ತಿಲ್ಲ. എന്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. ನನ್ನ ವಚನ ಕೇಳಲು ನಿಮಗೆ ಶಕ್ತಿ ಇಲ್ಲ. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാച് എന്നുള്ളവരാണ്. ಈ ಕಾರಣ ನೀವು ನಿಮ್ಮ ತಂದೆಯಾದ ಪಿಶಾಚಿಯನ್ನು, എന്തെന്നാൽ പാപം ചെയ്യുന്ന പിശാച് എന്നുള്ളവനാണ്. ಪಾಪ ಮಾಡಿದವನು ಪಿಶಾಚ ಸಂತಾನದವನು. സാത്താൻ അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ಸೈತಾನನು ಅವರನ್ನ ಬಂಧನದಲ್ಲಿ ಇರಿಸಿದ್ದಾನೆ. അതുകൊണ്ട് ദൈവാരാധന ഉണ്ടാകുന്നില്ല, ಆದ ಕಾರಣ ದೇವಾರಾಧನೆ ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲ. വചനം ശ്രവിക്കാൻ പറ്റുന്നില്ല, ವಚನ ಕೇಳಲು ಸಾಧ್ಯವಿಲ್ಲ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲ, കുർബാന അനുഭവം ആകുന്നില്ല. ದೇವರ ದಿವ್ಯ ಬಲಿ ಪೂಜೆ ಅನುಭವಕ್ಕೆ ಬರುತ್ತಿಲ್ಲ. Praise the Lord. Praise the Lord. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ಆದ ಕಾರಣ ಪ್ರಿಯ ಸಹೋದರರೇ, പഴയ നിയമത്തിൽ ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ പിതാവായ ദൈവം ಪಿತನಾದ ದೇವರು മോശയുടെ നേതൃത്വത്തിൽ ಮೋಶೆಯ ನೇತೃತ್ವದಲ್ಲಿ അഹരോൻ എന്ന ಅಹರೋನ್ ಎಂಬ പൗരോഹിത്യത്തെ അയച്ചു. ಯಾಜಕತ್ವವನ್ನು ಕೊಟ್ಟರು. അവർ ചെന്ന് ಅವರು ಹೋಗಿ ആ ജനത്തെ ಆ ಜನರನ್ನು ആ അടിമത്തിൽ നിന്ന് വിടുവിച്ച് ಆ ಅಡಿಮತದಿಂದ ಬಿಡುಗಡೆ എന്നിട്ട് ಮಾಡಿದರು. ദൈവാരാധനയിലേക്ക് നയിച്ചു. ಆ ನಂತರ ಅವರು ದೇವರ ಆರಾಧನೆಗೆ ಹೋದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ.
പൗരോഹിത്യത്തോട് ചേർത്ത് ಯಾಜಕತ್ವದೊಡನೆ ಸೇರಿ ദൈവം വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ದೇವರು ಕೊಟ್ಟಂತ ಒಂದು ಅನುಗ್ರಹವಾಗಿದೆ. അടിമത്തത്തിൽ കിടക്കുന്നവരെ ಬಂಧನದ ಅಡಿಯಿಂದ അടിച്ചു വിടുവിച്ച് ಒಡೆದು ಬಿಡಿಸಲು ദൈവാരാധനയ്ക്ക് സജ്ജമാക്കുക. ದೇವರ ಆರಾಧನೆಗೆ ಸಾಧ್ಯ ಮಾಡಿಸಲು ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ಎದ್ದು ನಿಲ್ಲೋಣ. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ಈ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಹೋಗುತ್ತೇನೆ. ലോകം മുഴുവനുമുള്ള ಲೋಕದಲ್ಲಿರುವ എല്ലാ പുരോഹിതരോട് ചേർന്നുകൊണ്ട് ಗುರುಗಳೊಂದಿಗೆ ಸೇರಿ തിരുസഭയോട് ചേർന്നുകൊണ്ട് ಧರ್ಮಸಭೆಯೊಂದಿಗೆ ಸೇರಿ സേവർ ഖാൻ വട്ടാരച്ചനോട് ചേർന്നുകൊണ്ട് ಸೇವರ್ ಖಾನ್ ಒಟ್ಟಾಲ್ ಗುರುಗಳೊಂದಿಗೆ ಸೇರಿ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ಪ್ರಾರ್ಥಿಸಲು ಹೋಗುತ್ತೇನೆ. Praise the Lord. ഹല്ലേലൂയ. കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഓ കർത്താവായ യേശുവേ, അങ്ങനെ നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് സേവർ ഖാൻ വട്ടാരച്ചനോട് ചേർന്നുകൊണ്ട് തിരുസഭയിലെ മുഴുവൻ അധികാരികളെ ചേർന്നതുകൊണ്ട് മത്തായി 18 നിങ്ങൾ ബന്ധിക്കുന്ന നിങ്ങൾ അടിക്കുന്ന വചനത്തിന് അധികാരം ഉപയോഗിച്ച് ഈ ദൈവജനം അടിമത്തത്തെ പുതിയ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്ന തടസ്സപ്പെടുത്തുന്ന സകലവിധ പൈശാചിക ആധിപത്യങ്ങളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ശല്യങ്ങളെ, ബാധകളെ, ഊലങ്ങളെ യേശു നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, നിത്യാന്തി നിബന്ധിക്കട്ടെ, പുതിയ പ്രാപിക്കട്ടെ. ഹല 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 ദൈവാരാധനക്ക് തടസ്സങ്ങളുടെ കെട്ടുകളെ യേശു നാമത്തിൽ അടിച്ചു പിടിപ്പിക്കുന്നു. ദൈവാരാധന തടസ്സങ്ങളുടെ പാപച്ചവരെ യേശു നാമത്തിൽ അടിച്ചു പിടിപ്പിക്കുന്നു, പുതിയ പ്രാപിക്കട്ടെ. ഹല 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 ഹല്ലേലൂയ 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 ജഡിക പാപങ്ങളുടെ കെട്ടുകൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല 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 ഒന്നാരമായ ആധിപത്യങ്ങൾ യേശു നാമത്തിൽ ചിഹ്നവിധമാകട്ടെ. ഹല്ലേലൂയ 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 യേശു യേശു Praise the Lord. അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ದಾಸತ್ವದಿಂದ ಬಿಡುಗಡೆ ಹೊಂದಿದ ദൈവത്തെ ആരാധിച്ച് ದೇವರನ್ನು ಆರಾಧಿಸಿ അഭിവൃദ്ധി പ്രാപിക്കുക, ಅಭಿವೃದ್ಧಿ ಹೊಂದಿಕೊಳ್ಳಿ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.